Hi friends, welcome to Non-Stick Kitchen. ഇന്ന് നമ്മൾ തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ഫുഡ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് നമുക്കിത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വന്ന് ഹാഫ് ക്യാബേജ് ഞാൻ പൊടിയായി മുറിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് ബട്ടൺ മഷ്റൂം, ഇത് ഒരു പാക്കറ്റ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇത് സവോള 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, ഇതും പൊടിയായി മുറിച്ചിട്ടുണ്ട്. ഇത് മൈദ വന്നിട്ട് ഞാൻ 8 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്ഷനാണ്, നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പ് യൂസ് ചെയ്യാം. പിന്നെ ഇത് കോൺഫ്ലവർ മാവ് 7 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എപ്പോഴും മൈദ ജാസ്തിയും കോൺഫ്ലവർ മാവ് കുറച്ചേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇഞ്ചി വന്നിട്ട് ചെറിയ പീസും വെളുത്തുള്ളി ഒന്ന് 10 അല്ലി എടുത്തിരിക്കുകയാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചിരിക്കുകയാണ്. പിന്നെ തക്കാളി വന്ന് 1.5 തക്കാളി, ആപ്പിൾ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറി ലീവ്സും പിന്നെ കുറച്ച് മല്ലിയിലയും പൊടി മുറിച്ചതും. ഇപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഈ ക്യാബേജ് ഒരു ബേസിൽ ഇടുക. എന്നിട്ട് മഷ്റൂം, പിന്നെ കുറച്ച് സവാള എടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഇത് 1 സ്പൂൺ ചില്ലി പൗഡർ ഇട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് 1 സ്പൂൺ ഗരം മസാല. ഇപ്പോൾ കുറച്ച് കളർ പൊടി ഇടുകയാണ്. ഇത് വന്ന് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ഇടുകയാണ്, ഒരു അര സ്പൂൺ പോലും ഇല്ല, കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സായി പിന്നെ ഇപ്പം നമുക്ക് കോൺഫ്ലവർ മാവും മൈദയും കൂടിയിട്ട് ഇടാം. ഞാൻ 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സാക്കി നോക്കാം. ഇനി നമുക്ക് കോൺഫ്ലവർ മാവ് അതുപോലെ കോൺഫ്ലവർ മാവ് അപ്പോൾ 3 സ്പൂൺ നമുക്ക് ആഡ് ആക്കിയാൽ മതി. ഇപ്പം ഇത് വന്ന് ശരിക്കും വെള്ളം ആവശ്യമേ വരില്ല. എന്താ പറഞ്ഞാൽ ക്യാബേജിലും മഷ്റൂമിലും തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുക്കണ പോലെ ആ സ്റ്റേജിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ ഈ സമയം നിങ്ങൾ ഉപ്പ് എല്ലാം നോക്കിക്കോളൂ കേട്ടോ, എങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ പിന്നെ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. ഇപ്പോൾ എണ്ണ വന്നിട്ട് ചൂടായി, നമുക്കിത് കുഞ്ഞായിട്ട് ഇടാം. മഷ്റൂമിൽ വെള്ളം വന്നിട്ട് വരും. അങ്ങനെയുള്ള സമയം നിങ്ങൾ എക്സ്ട്രാ മൈദ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. കുറച്ച്, ഒരുപാട് ചെയ്യണ്ടേ, 1 സ്പൂൺ അങ്ങനെ ആഡ് ആക്കിയാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ ഭയങ്കര ക്രിസ്പി പോലെ ആവും. അപ്പോൾ മീഡിയം ഇതിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഇപ്പം നമ്മളിത് വറുത്ത് വെച്ചു. നമ്മൾ വന്നിട്ട് ഇനി ഇത് വന്ന് കുഞ്ഞായിട്ട് ഇതുപോലെ പിച്ചി ഇടാം നമുക്ക് കേട്ടോ. ഇനി എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പം എണ്ണ ചൂടായി, ഇനി നമുക്ക് സവോള ഇടാം. ഒന്ന് ചൂടായാൽ മതിയേ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം നമുക്ക്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് അതിന് പച്ച സ്മെൽ പോണ വരയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പച്ച സ്മെല്ല് പോണ വരയ്ക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന് ഈ തക്കാളിയുടെ ചൊവ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ഉണ്ടാവും. നന്നായിട്ട് പച്ച സ്മെല്ല് പോയിട്ട് നന്നായിട്ട് തക്കാളി ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. ഒരു അര സ്പൂൺ കൂടി ഇടുകയാണേ. 1 ടീസ്പൂൺ മുളക് പൊടി.
കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ മസാല ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇനി കോൺഫ്ലവർ മിക്സ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം അത്. ഇപ്പം ഞാൻ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് നമ്മൾ ലേശം ഉപ്പ് ചേർക്കണം. ഇപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച ക്യാബേജും മഷ്റൂമും കൂടിയിട്ട് ഇതിലിടാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഉപ്പ് ഇതിൽ നോക്കിന് എങ്ങനെയാണ്, ഉപ്പ് മതിയെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ആക്കണം. ഇപ്പം ഞാൻ ഇതിൽ വന്നിട്ട് 1/2 ഗ്ലാസ് ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോഡ് സൈഡ് കളർ റെഡിയായി. ഇപ്പം ഇതിനെ നമ്മൾ ഗാർണിഷിങ് മാത്രം ഇനി ചെയ്താൽ മതി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റാണ്, ശരിക്കും കഴിച്ചാൽ നന്നായിട്ടുണ്ടാവും. ഇപ്പം നമ്മളിത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നമ്മൾ ഇട്ടു. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചൂടായിട്ട് കഴിക്കാം. അങ്ങനെ റോഡ് സൈഡ് കാണാൻ റെഡി. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡ് സൈഡ് കളർ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയണം. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ മറക്കാണ്ട് ഷെയർ ചെയ്യൂ. താങ്ക് യു.